എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകില്ലേ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അതായത് പാലക്കാട് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാകില്ലേ എന്നതാണ് ചോദിക്കുന്നത്. പിന്നീട് രാഹുൽ അത് സമ്മതിക്കുന്നു. താൻ പാലക്കാട് തന്നെ ഉണ്ടാകും, MLA സ്ഥാനം രാജിവെക്കില്ല എന്ന സൂചനയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരവിലൂടെ എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അത് പാർട്ടിയിൽ തന്നെ എതിർക്കുന്ന ഒരു വിഭാഗത്തിനുള്ള കൃത്യമായ മറുപടി കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഈ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ രണ്ടഭിപ്രായം നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിലീപ് വിഷയത്തിൽ ഉൾപ്പെടെ UDF കൺവീനർ ഈ വിഷയവുമായി സ്വീകരിച്ച് പരസ്യമായി എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. നേതാക്കൾക്ക് അത് തിരുത്തേണ്ടി വരികയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മണിക്കൂറുകളിൽ പോലും ആ വിഷയത്തിൽ വലിയ ഭിന്നത UDFൽ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അത് വളരെ സ്പഷ്ടവുമാണ്. ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞ പരാമർശങ്ങളും വൈകുന്നേരത്തെ രാഹുലിന്റെ റീ എൻട്രിയും നൽകുന്ന സൂചന എന്താണ്? കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണോ ഈ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ? രേണു, എന്തായാലും കോൺഗ്രസിന് അല്പം ആശ്വസിക്കാം. കാരണം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഈ നാടകീയ കാഴ്ചകൾ ഉണ്ടായില്ലല്ലോ എന്നതിൽ. കാരണം ഉണ്ടായിരുന്നെങ്കിൽ, രാഹുൽ വന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ ഈ വെല്ലുവിളി നടത്തിയിരുന്നെങ്കിൽ അത് ഈ ദിവസത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമായി തന്നെ മാറിയേനെ. പക്ഷേ ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കാൻ, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ അവശേഷിക്കുകയാണ് രാഹുൽ ഈ നാടകീയ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: രാഹുൽ തനിക്കെതിരായ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കട്ടെ എന്ന നിലപാടെടുക്കുന്നു. മാധ്യമങ്ങളോട് അതിനപ്പുറം പ്രതികരണത്തിന് തയ്യാറായില്ല. പാർട്ടിയുടെ നടപടിയിൽ വിശദീകരണമോ നിലപാട് പറയാനോ തയ്യാറായിട്ടില്ല. ഒളിവിൽ കഴിഞ്ഞതാണോ, ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ എവിടെ എന്ന ചോദ്യത്തിനും മറുപടി പറയില്ല. ഇങ്ങനെയൊന്നും കാര്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ താൻ പാലക്കാട് ഉണ്ടാകുമെന്ന് പറയുന്നതിലൂടെ രാഹുലിൻ്റെ ലക്ഷ്യം MLA ആയി തുടരുക തന്നെയാണ്. അത് വ്യക്തമാണ്. രാഹുലിൻ്റെ നീക്കം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവുമെന്നതാണ് ചോദ്യം. ഇത് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു വിഷയമാണ്. പ്രാദേശിക നേതൃത്വം, നമുക്കൊരു പക്ഷേ ആ ദൃശ്യങ്ങളടക്കം ഉണ്ടാകും. അവിടെ രാഹുൽ കാറിൽ വന്നിറങ്ങുമ്പോൾ ഒരു ചുവന്ന ബൊക്കയുമായി വന്ന ഒരു പ്രവർത്തകൻ സ്വീകരിക്കാൻ വരുന്നു. രാഹുൽ അത് വാങ്ങിയില്ല. ഒരുപക്ഷെ ആ ദൃശ്യം പുറത്തു വന്നാൽ അതുണ്ടാക്കുന്ന ഒരു വലിയ ക്ഷീണം മുന്നിൽ കണ്ടുകൊണ്ടാവാം രാഹുൽ ഇത് വാങ്ങാൻ തയ്യാറായില്ല. പക്ഷേ രാഹുലിനെ അങ്ങനെ സ്വീകരിക്കാനും അവിടെ ആളുണ്ടായി എന്നതാണ് സാഹചര്യം. അത് കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ പ്രവർത്തകനാണെന്ന് ഉറപ്പാണ്. അങ്ങനെ പാലക്കാട് കേന്ദ്രീകൃതമായ ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ ഒരു ബദൽ നീക്കത്തിന് രാഹുൽ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ടാവുന്ന ചിത്രം. ആ നീക്കത്തിന് എത്ര നാളത്തെ ആയുസ്, എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അങ്ങനെയെങ്കിൽ നേരിടുന്ന 2 വെല്ലുവിളിയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനാകും. രണ്ടാമത്തെ കാര്യം, ഇതിനിടയിൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളാണ്. അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഒരു വശത്തുണ്ടാവാനിരിക്കുന്നു. ഇതാ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയ 2ാമത്തെ കേസിലടക്കം സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇങ്ങനെ വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു നീക്കത്തിന് കൂടി ഒരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ, രാഹുൽ ഒരുങ്ങുന്നതിലൂടെ ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ അവസാനം എവിടെ എത്തുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് കേരള രാഷ്ട്രീയം. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം കൂടി പൂർത്തിയായിരിക്കുന്നതാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇങ്ങനെ കൂടി ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വിധേയനാകില്ല താൻ, അത് പാർട്ടി പുറത്താക്കിയതിനു ശേഷവും പാർട്ടിക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ താൻ പോകില്ല എന്ന ഒരു സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് നൽകുകയാണ്. താൻ ഇവിടെ തന്നെ ഉണ്ടാകും. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും രാഹുൽ കാണിക്കുന്ന ഈ നാടകം ചിലർക്കുള്ള സന്ദേശമാണ് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണം വരുന്നത് K മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ K മുരളീധരനാണ്. K മുരളീധരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഒന്ന് കേൾക്കാം. അല്ല, അതൊരു എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു വോട്ടവകാശമുള്ള ഒരു പൗരൻ വന്ന് വോട്ട് ചെയ്ത് പോയി. അതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അതിൽ കാര്യമൊന്നുമില്ല. അതേപോലെ ഈ വന്ന വ്യക്തി ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ആരുമല്ല, ഒരു കണക്കിലും ബാധിക്കില്ല. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ, അയാൾ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, പൗരന് വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് വന്ന് വോട്ട് ചെയ്ത് പോയി. അതല്ല, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കിയ ആളാണ്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരാണെങ്കിൽ നാളെ പരിശോധിച്ച് പാർട്ടി ജില്ലാ നേതൃത്വം നടപടിയെടുക്കും. പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ച് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പല കൊമ്പന്മാരും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ കൊമ്പ് താത്തിയിട്ടുമുണ്ട്. 1% പോലും പുനർചിന്തനമില്ല.
1% പോലും പുനർവിചിന്തനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇല്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കെ മുരളീധരന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. 1% പോലും പുനർവിചിന്തനമില്ല. ഇതിനേക്കാൾ വലിയ കൊമ്പന്മാർ കൊമ്പ് കുത്തിയിട്ടുണ്ട് എന്നുകൂടി കെ മുരളീധരൻ പറയുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആകെയുള്ള നിലപാട് ഇതാണ് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം ഈ നിലപാടല്ല കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും എന്നുള്ളതാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒഴിച്ചു നിർത്തിയാൽ മറ്റേതൊക്കെ നേതാക്കൾ ഈ വിധത്തിലൊരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകും എന്ന് നമുക്കറിയില്ല. അവിടെയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി, UDF കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി കിടക്കുന്നത്. നമുക്ക് അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അനുമോദ്, വേണമെങ്കിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിയാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാം. വന്ന് വോട്ട് ചെയ്ത് മാത്രം മടങ്ങിയാൽ മതി. പക്ഷേ അവിടെ നിന്ന് ചായക്കടയിൽ പോകുന്നു, ചായക്കടയിൽ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് ആനയിച്ച് വരുത്തുന്ന രീതിയിൽ പെരുമാറുന്നു. മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ അയ്യോ ഞാനൊന്നും പറയത്തില്ല കേട്ടോ, ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. മാധ്യമങ്ങളെ ഇളിഭ്യരാക്കാൻ നോക്കുന്നു, വളിച്ച ചിരി ചിരിക്കുന്നു, ചിരി കൊണ്ട് എല്ലാം എന്തോ നടത്തിയെടുക്കുന്നു എന്ന തരത്തിലുള്ളൊരു മുഖഭാവം. തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ ശ്രമിക്കുന്നു. താൻ എന്തോ വലിയ ക്രെഡിറ്റ് ഉള്ള കാര്യമാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള നീക്കം. അങ്ങനെ വലിയ രീതിയിലുള്ള കോമാളിത്തരം കാട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി അവിടെ നിന്ന് പിന്നീട് ഓഫീസിലേക്ക് വരുന്നു. അവിടെയും മാധ്യമങ്ങളെ അകത്ത് കയറ്റി എന്നാൽ പ്രതികരിക്കില്ല എന്ന് വരുത്തുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കിയ വേദിയാണോ? അങ്ങനെയാണോ? താങ്കളാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് അനുമോദ്, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? ഒരു മാധ്യമപ്രവർത്തകൻ പല നേതാക്കളെ കാണുന്ന ആളാണല്ലോ. രേണുക, ഇത് വളരെ കൃത്യമാണ്. രാഹുലിൻ്റെ നീക്കങ്ങൾ വളരെ ആസൂത്രിതമാണ്. അദ്ദേഹം അത് പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. അതല്ലെങ്കിൽ കൃത്യമായിട്ട് വോട്ടിംഗ് തീരാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെ എത്തി അവിടെ മാധ്യമങ്ങൾ രാഹുലിനെ കാത്തു നിൽക്കുന്നു. രാഹുലിന് അറിയാം. നമ്മൾ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അവിടെ പോലീസ് ഇതിനെ തടയുന്നുണ്ട്. പോലീസ് തടയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇത്രമാത്രം എന്താണ് തടയാനുള്ള പ്രശ്നമെന്നാണ് ചോദിച്ച് ഒരു സാധാരണ ബൈറ്റ് തരുന്ന തരത്തിലേക്ക്, സാധാരണ ഒരു പ്രതികരണം തരുന്ന തരത്തിലേക്ക് രാഹുൽ മാറുകയാണ്. അവിടുന്നാണ് ഈ പറയുന്ന ആദ്യത്തെ പ്രതികരണം അദ്ദേഹം നൽകുന്നത്. അതായത് എല്ലാം കോടതിക്ക് മുമ്പിലുണ്ട്, കോടതിയിൽ പറയട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കാറെടുത്ത് പോവുകയാണ്. പിന്നാലെ മാധ്യമങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പോകുമെന്ന് രാഹുലിന് അറിയാം. ഇതെല്ലാം രാഹുലിന് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ പെരുമാറണം, രാഹുലിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ഇന്ന് എത്രമാത്രം പരിശ്രമം നടത്തുമെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട്, എല്ലാവരും എത്രമാത്രം നടത്തുമെന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ രാഹുൽ കൃത്യമായി മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള നടപടികൾ എടുത്തുള്ളത്. ആ ചായക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ് താൻ എന്ന തരത്തിൽ അവിടെ ഇരിക്കുന്നു. പക്ഷേ പറയുന്നത് താൻ പാലക്കാട് തുടരുന്നു. അതൊരു കൃത്യമായ സന്ദേശമാണ്. ഇപ്പോഴത്തെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന രാഹുൽ ഓഫീസിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, രാഹുലിൻ്റെ ഓഫീസിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഹുലിനെ കാണുവാൻ 1-2 പേർ എത്തിയിരുന്നു. അവരോട് രാഹുൽ സംസാരിച്ച് ഇപ്പോൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്വീകരണത്തിൻ്റെ റിസപ്ഷനിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. എന്തായിരിക്കും തുടർ നീക്കം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതാണ്. പുറത്തിറങ്ങുമോ അതോ അവിടെ വന്ന ആളുകളോട് സാധാരണ പോലെ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ തന്നെ കാണാനെത്തുന്നവരോട് സംസാരിച്ച് അവരുടെ പറയാനുള്ളത് കേൾക്കുന്ന ഒരു 2 പരാതികളിൽ പ്രതിയായിട്ടുള്ള കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചൊരു വ്യക്തിയാണ് താനെന്നും പാർട്ടി തന്നെ പുറത്താക്കിയതാണെന്നും അല്ല ഇവിടെ അദ്ദേഹം കാണിക്കുന്നത്. തൻ്റെ MLA കാണാൻ എത്തിയ ആളുകളോട് എങ്ങനെ സാധാരണഗതിയിൽ പെരുമാറുന്നു, അതുപോലെ ഇത്രയും ക്യാമറകൾ ഈ ഓഫീസിന് പുറത്തുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന രാഹുൽ സാധാരണ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുന്നു. പാർട്ടിയുടെ വലിയ ഒരു തിട്ടൂരം തനിക്കെതിരെ ഉണ്ടെന്നും പാർട്ടി തന്നെ പുറത്താക്കിയതാണ്. ഇപ്പോ വന്നിരിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA കാണാൻ വേണ്ടി 15 ദിവസം എവിടെയാണെന്നറിയാത്ത ഒളിവിലിരിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി ആരും അവിടെ കാത്തിരിക്കില്ലല്ലോ, ഇന്ന് വരാൻ തയ്യാറെടുക്കില്ലല്ലോ. വന്ന് ഈ 1/2 മണിക്കൂറിനുള്ളിൽ നിവേദനം നൽകാൻ ആരും കാത്തിരുന്നിട്ടുണ്ടാകില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയും പ്ലാൻഡ് ആണോ? ആരാണ് അവിടെ വന്ന് പിന്തുണ അറിയിക്കുന്നവർ? ഈ